എറണാകുളം പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിനായി അഭിഭാഷക കമ്മീഷൻ വീണ്ടും എത്തി. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. സ്ഥലത്ത് കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നു. ട്രാഫിക് കരിം ചേരുന്നു. മുൻപും ഇതുപോലെ വലിയ പ്രതിഷേധമായിരുന്നു, അതേ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. അഭിഭാഷക കമ്മീഷൻ മടങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ എപ്പോഴാണ് ഇവരെത്തിയത്? വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ ഈ കോടതി നടപടിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. എന്നാൽ ശക്തമായ പ്രതിഷേധവുമായി ഇതിന്റെ നാട്ടുകാർ രംഗത്ത് വരികയായിരുന്നു. CPM പിന്തുണയോട് കൂടിയാണ് 8 കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ നാട്ടുകാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. എന്നാലും ഈ കനത്ത പോലീസ് സന്നാഹത്തോട് കൂടിയെത്തിയ അഭിഭാഷക കമ്മീഷൻ ഈ തർക്കഭൂമിയിൽ കഴിയുന്ന 8 കുടുംബങ്ങളെയും ഒഴിപ്പിച്ചേ തീരൂ എന്ന നിലപാടിലാണ്. എന്നാൽ ഇപ്പോൾ പ്രദേശത്തെ ചെറിയ സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധം വഴിമാറുന്നു എന്നുള്ളതാണ്. അഭിഭാഷക കമ്മീഷനും ഒപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരും തമ്മിൽ ശക്തമായ ഒരു സംഘർഷത്തിലേക്ക്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഹൈക്കോടതി വിധി പറഞ്ഞ പുറമ്പോക്ക് ഭൂമി അളക്കുക എന്ന പ്രക്രിയ നടത്തിയിട്ട് ഈ കാര്യം നടത്ത്. ഇത്രയല്ലേ പറയുന്നുള്ളൂ. അതിന് ആഭാസം പറയണു, തെറി പറയണു, അനാവശ്യം പറയണു. അഭിഭാഷക കമ്മീഷൻ അയാൾ ഉപയോഗിക്കുന്ന ഭാഷ കേട്ടോ, അയാൾ മാന്യമായാണ് സംസാരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നുണ്ടാകുന്നത്. 8 കുടുംബങ്ങളെ തർക്കഭൂമിയിൽ കഴിയുന്ന 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി ഇത് 12ാം വട്ടമാണ് അഭിഭാഷക കമ്മീഷൻ ഈ പരിയത്ത് വയലിലേക്ക് എത്തുന്നത്. എന്നാൽ ഇതുവരെയും ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ കുടുംബങ്ങൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 11 വട്ടവും ഇപ്പോൾ എത്തിയ കമ്മീഷന് ഇവിടുത്തെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇതിപ്പോൾ 12ാം തവണ അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആളുകളുടെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആഴ്ചയിൽ ഇത് 2ാം വട്ടം ജുഡീഷ്യൽ കമ്മീഷൻ എത്തുന്നത്. ഈ മാസം മാത്രം ഇത് 6ാം വട്ടമാണ് ജുഡീഷ്യൽ കമ്മീഷൻ പരിയത്തുകാവിലെ ഈ തർക്കഭൂമിയിലെ കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. എന്തായാലും അഭിഭാഷക കമ്മീഷൻ ജയപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ നടപടി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് മടങ്ങൂ എന്ന നിലപാടിലാണുള്ളത്. എന്നാൽ ഒരു തരത്തിലും ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ അഭിഭാഷക കമ്മീഷനെ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPMന്റെ പ്രവർത്തകരും ഒപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരും. എന്തായാലും പ്രദേശത്ത് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റാഫി, വർഷങ്ങളായി ഇവിടെ ജീവിച്ചു വരുന്ന കുറേ മനുഷ്യരാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ കോടതി വിധി വന്നു, അതിനെ തുടർന്നാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ വീണ്ടും എത്തിയത്. പ്രതിഷേധങ്ങളെ തുടർന്ന് അവർ അതൊക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിയമത്തിന്റെ ഒരു ആനുകൂല്യം അവർക്കുണ്ട്, ആ ഒരു ബലം അവർക്കുണ്ട്, അതുമായി വന്നിരിക്കുന്നു. പക്ഷേ അതൊന്നും പ്രതിഷേധക്കാർ കാര്യമാക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ. തീർച്ചയായും 50 കൊല്ലമായി തുടരുന്ന ഒരു നിയമ പോരാട്ടമാണ് ഈ പരിയത്തുകാവിലെ 2 ഏക്കർ 69 സെന്റിനെ തുടർന്നുള്ളത്. 50 കൊല്ലമായി ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു. കണ്ണോട്ട് ശങ്കരൻപിള്ള എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണോട്ട് ശങ്കരപിള്ള കോടതിയെ സമീപിക്കുന്നത്. പിന്നീട് ശങ്കരപിള്ളയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ 2 പെൺമക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടത്തുന്നതും. എന്നാൽ ഇവിടെ താമസിക്കുന്ന ആളുകൾ അവർ 70-ലധികം വർഷമായി ഇവിടെ താമസിക്കുന്നു എന്നതിന്റെ രേഖകൾ അവരുടെ പക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതി വ്യവഹാരങ്ങളിലെല്ലാം തന്നെ ശങ്കരപിള്ളയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു വിധി ഉണ്ടായിരുന്നത്. തുടർന്ന് ഓരോ തവണയും അപ്പീൽ പോയി ഒടുവിൽ സുപ്രീം കോടതി വരെയാണ് ഇവിടുത്തെ നാട്ടുകാർ കേസ് നടത്തിയത്. ഈ 2 ഏക്കർ 69 സെന്റ് ഭൂമിയിൽ 8 ദളിത് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അളവടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അഭിഭാഷക കമ്മീഷന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് ഓരോ വട്ടവും അഭിഭാഷക കമ്മീഷൻ ഇവിടേക്ക് കോടതി നടപടികൾ നടത്തുവാൻ വേണ്ടി എത്തുന്നത് എന്നുള്ളതാണ്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെ ഒരു ദുഷ്ടലാക്കോട് കൂടിയാണ് അഭിഭാഷക കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ഇവർ പറയുന്നത് നേരത്തെ ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. ഈ ഹൈക്കോടതി വിധി പ്രകാരം 19 ഏക്കർ സ്ഥലം ഇവിടെ പുറമ്പോക്ക് ഭൂമിയുണ്ട്. ആ 19 ഏക്കർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം വേണം കണ്ണോട്ട് ശങ്കരപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള ഈ തർക്കഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ എന്നുള്ളതാണ്. എന്നാൽ ഇതുവരെയും അഭിഭാഷക കമ്മീഷന്
സർക്കാരിന് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ റിപ്പോർട്ട് അഭിഭാഷക കമ്മീഷൻ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. അളന്ന് തിട്ടപ്പെടുത്താതെ ഈ പ്രദേശം അളന്ന് തിട്ടപ്പെടുത്തി എന്നുള്ള തരത്തിൽ ഒരു വ്യാജ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താതെ ഈ ഒരു നടപടിയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല അഭിഭാഷക കമ്മീഷനെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് അവരിപ്പോൾ. റാഫി കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.